നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ദേശീയ പണിമുടക്ക് നടത്തുന്നു. കേരളത്തിൽ പണിമുടക്ക് ബന്ദിന് സമാനമാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ KSRTC ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു. വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിക്കുകയാണ്. KSRTC അടക്കം സർവീസ് നടത്താതിരുന്നതോടെയാണ് റെയിൽവേ സ്റ്റേഷനിലടക്കം വന്നിറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായത്. എറണാകുളത്ത് KSRTC ഡിപ്പോയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് സമരക്കാർ തടഞ്ഞു. പോലീസ് സംരക്ഷണമില്ലാത്തതിനാൽ ബസ് എടുക്കാനാകുന്നില്ലെന്നും പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്നും ജീവനക്കാർ അറിയിച്ചു. തൃശൂരിലും കൊച്ചിയിലുമടക്കം സർവീസ് നടത്താൻ ശ്രമിച്ച BMS അനുകൂല KSRTC ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു. പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്ന നിലപാടിലാണ് BMS അനുകൂല ജീവനക്കാർ. കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പട്ടാമ്പി മേഖലയിൽ പൂർണ്ണം. പണിമുടക്കിൽ ജനജീവിതം സ്തംഭിച്ചു. പണിമുടക്കിയ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം, വിശദീകരണ പൊതുയോഗം ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. പണിമുടക്ക് പട്ടാമ്പി മേഖലയിൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവായിരുന്നു. പല ഓഫീസുകളും അടഞ്ഞുകിടന്നു. ബസ് സർവീസും ഉണ്ടായില്ല. KSRTCയും നിരത്തിലിറങ്ങിയില്ല. പൊതുവെ പണിമുടക്ക് ഹർത്താൽ പ്രതീതിയാണ് ഉളവാക്കിയത്. പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനുകളുമാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയും പെൻഷൻ 9,000 രൂപയുമായി നിശ്ചയിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. പട്ടാമ്പി മേഖലയിൽ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെ സമരാനുകൂലികൾ തടയുന്ന കാഴ്ചയും കാണാനായി. പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനവും വിശദീകരണ പൊതുയോഗം ഉൾപ്പെടെയുള്ള പരിപാടികളും നടത്തിയിരുന്നു. പട്ടാമ്പിയിലും വിശദീകരണ പൊതുയോഗങ്ങൾ നടന്നു. തൊഴിലാളികളെ മുഴുവൻ ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇന്ന് BJP ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ആ തൊഴിൽ നിയമങ്ങളുടെ മറപിടിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളും തൊഴിലാളികളുടെ ജോലി സമയം ഉയർത്തിക്കൊണ്ടുവരികയാണ്. കർണാടകയിൽ തൊഴിലാളികളുടെ ജോലി സമയം 12 മണിക്കൂറാക്കി മാറ്റുന്നു. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു തൊഴിലാളികളുടെ ജോലി സമയം 10 മണിക്കൂറായി ഉയർത്തുന്നു. അങ്ങനെ നിരവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത 8 മണിക്കൂർ അധ്വാനം എന്നുള്ള തൊഴിലാളികളുടെ ഏറ്റവും പരമപ്രധാനമായ അവകാശം, ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് ആ തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെതിരെ എല്ലാ വിഭാഗം തൊഴിലാളികളും ഇന്ന് സമരത്തിലാണ്. അതുപോലെ തന്നെ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ കർഷക നിയമങ്ങൾ പാസാക്കുന്നു. കർഷകൻ അവന്റെ ഉൽപ്പന്നം ഇവിടെ ലഭ്യമാകാത്ത രീതിയിൽ കുത്തകകൾക്ക് എല്ലാവിധ വിടുപണിയും ചെയ്യുന്ന രീതിയിലുള്ള കർഷക നിയമം പാസാക്കുന്നു. അതിനെതിരെ കർഷകർ പോരാട്ടത്തിലാണ്. പണിമുടക്കിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥകളും നടത്തിയിരുന്നു. തൊഴിലാളി ദ്രോഹ നടപടികൾ ഉൾപ്പെടുത്തിയ ലേബർ കോഡ് പിൻവലിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ കവരുന്ന കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ദേശീയ പണിമുടക്ക് തൃത്താല മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ മുഴുവനും അടഞ്ഞുകിടന്നു. അവശ്യ സർവീസുകളും അത്യാവശ്യം സ്വകാര്യ ഇരുചക്ര വാഹനങ്ങളുമല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചില്ല. പണിമുടക്കിയ തൊഴിലാളികൾ കൂറ്റനാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണ വിതരണം സംഘടിപ്പിച്ചു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫണ്ട് വെച്ചാലും ആളുകൾക്ക് എന്ത് കൊടുക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ല. അത് മെഡിക്കൽ ക്യാമ്പ് നടത്തി ഓരോ ഡോക്ടർമാരും ഓരോ വ്യക്തികളെയും ഡോക്ടർമാരും പരിശോധിച്ച്, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകൾ അടക്കമുള്ളവർ നോക്കി ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അവർ സജസ്റ്റ് ചെയ്യുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി വാങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് വ്യക്തിഗതമായിട്ട് ആളുകൾക്കുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുക.
പഞ്ചായത്തുകൾക്ക്, ബ്ലോക്കുകൾക്ക്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിനുമാണ് കൊടുക്കാൻ കഴിയുന്നത്. പിന്നെ അതോടൊപ്പം കോർപ്പറേഷൻ നേരിട്ട് കൊടുക്കുന്നതുണ്ട്, പക്ഷെ കുറവാണ്. കോർപ്പറേഷൻ മുഖേനയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ വ്യക്തിഗതമായിട്ട് ഇത് കൊടുക്കുന്നത് പല പഞ്ചായത്തുകളും ഒറ്റ തവണയ്ക്കാണ് കൊടുക്കാറ്. എന്നാൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി 5 ലക്ഷം രൂപ വെച്ച് രണ്ടാമത്തെ തവണ, ഈ ഭരണസമിതി തന്നെ രണ്ടാമത്തെ തവണയാണ് 5 ലക്ഷം വീതം വെച്ചുകൊണ്ട് രണ്ടാമത്തെ തവണയാണ് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറമെ പെട്ടിക്കടകൾ ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം എന്നുള്ള നിലക്ക് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പെട്ടിക്കടകളും കൊടുത്തിട്ടുണ്ട് എന്നതിലും ഭിന്നശേഷി മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, കെ അശോകൻ, ടി വി ഗിരീഷ്, പി വിജയൻ, ICD സൂപ്പർവൈസർ ഷാമിലി വിശ്യൻ, വർഷ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്രം മേൽശാന്തി കുഴഞ്ഞു വീണു മരിച്ചു. കോക്കാട് ഓട്ടൂർ കറുത്തേടത്തുമനയിൽ 52 വയസ്സുള്ള കൃഷ്ണൻ നമ്പൂതിരിയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കപ്പൂർ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ നീലകണ്ഠൻ 2 ആഴ്ച മുമ്പാണ് മരിച്ചത്. പരേതനായ നാരായണൻ നമ്പൂതിരി കോതച്ചിറ വേങ്ങാട്ടൂർ മനക്കൽ ഉണ്ണിമായ അന്തർജനം ദമ്പതികളുടെ മകനാണ്. തൃശൂർ ഊരകം ആയിരൽ ഇല്ലത്ത് ശ്രീദേവിയാണ് ഭാര്യ. നന്ദന, നമിത എന്നിവർ മക്കളാണ്. തകർന്നു വീഴാറായ കക്കാട്ടിരി GUP സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റുക, കക്കാട്ടിരി ഹെൽത്ത് സെന്ററിന്റെയും ഗ്രാമീണ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KM ഉദയൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി TP ഷെഫീഖ്, CPIM ഏരിയ കമ്മിറ്റി അംഗം CP റസാഖ്, ലോക്കൽ സെക്രട്ടറിമാരായ AV മോഹനൻ, TK വിജയൻ എന്നിവർ സംസാരിച്ചു. K അനീഷ് സ്വാഗതവും ജാബിർ നന്ദിയും പറഞ്ഞു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. തിരുവേഗപ്പുറയിൽ പ്രതിഷേധ ജ്വാല തീർത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി സംഘടിപ്പിച്ചു. മന്ത്രിയുടെ കോലവും കത്തിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി T ഹൈദ്രു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സുഹൈൽ തച്ചോടി അധ്യക്ഷനായിരുന്നു. PKM ഷെഫീഖ്, K ഹംസ, VPM ഇഹസാൻ, P ഫാറൂഖ് കുമാർ, T അനീഫ, PT നിസാം, CKM സുഹൈൽ, ഷബീർ കൈപ്പുറം, ഡാനിഷ് സിയാദ്, നസീഫ് അലി തിരുവേഗപ്പുറ, KT യൂസഫ് അലി, MT ഷംസുദ്ദീൻ, MTM സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏതാണ്ട് 10 കൊല്ലത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ തന്നെ ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിച്ചിരുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ വികലമായ നയത്തിലാണ് പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു എന്നാണ് വസ്തുത.
കൃത്യമായിട്ട് പറഞ്ഞാൽ 2 മന്ത്രിമാർ അവിടെ ചെന്ന് ആ സ്ത്രീയെ കൊന്നു എന്ന്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി TP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KSKTU ഏരിയ സെക്രട്ടറി TP കുഞ്ഞുണ്ണി, കർഷക സംഘം ഏരിയ സെക്രട്ടറി A കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്തുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നോട്ട് പരിശോധിച്ചാലും മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുകയും അവർക്കെതിരെ കടന്നാക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുകയും അതൊരു ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആർജിക്കാൻ, അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയ ഉള്ള ഒരു പരിശ്രമമില്ല. വലിയൊരു പ്രക്ഷോഭം ഇന്ത്യ രാജ്യത്തുണ്ടായി കൃഷിക്കാർ. കേന്ദ്ര ഗവൺമെന്റ് വെച്ച ഒരു കമ്മീഷനാണ് സ്വാമിനാഥൻ കമ്മീഷൻ. ഇന്ത്യയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നയങ്ങളും നിലപാടുകളും രൂപീകരിച്ചെടുക്കാനാണ്. പാറേമ്പാടം അഗതിയൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പ്രകടനവും നിൽപ്പുസമരവും നടത്തി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 10ാം വാർഡ് മെമ്പറുടെയും പ്രതീകമായി റോഡിൽ വാഴ നട്ടാണ് BJP പ്രതിഷേധിച്ചത്. സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ നിരവധി വാഹനങ്ങൾ പാറേമ്പാടത്തു നിന്നും കേച്ചേരി ബൈപ്പാസിലേക്ക് കടന്നുപോകുന്ന അഗതിയൂർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടും പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ നാളിതുവരെയായിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പഞ്ചായത്തിനകത്തുള്ള മിക്ക റോഡുകളും തകർന്ന സ്ഥിതിയാണ്. ഇതിൽ പ്രതിഷേധിച്ചും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത്. പാറേമ്പാടം സെന്ററിൽ നിന്ന് പ്രകടനത്തോടെ ആരംഭിച്ച പ്രതിഷേധ നിൽപ്പ് സമരം റോഡിലെ കുഴികളിൽ തുണി അലക്കിക്കൊണ്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിലൂടെ വന്നിരുന്ന തുകയുടെ 4 ഇരട്ടിയല്ല 10 ഇരട്ടി തുകകൾ വികസനങ്ങൾക്കായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. എന്നിട്ടും ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയ നല്ല സൗകര്യപ്രദമായിട്ടുള്ള റോഡുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം കോൺട്രാക്ടർമാരിൽ നിന്ന് അഴിമതിയുടെ പണം തട്ടിയെടുത്തുകൊണ്ട് ഭരിക്കുന്ന ഭരണകൂടമാണ് എല്ലാ കാലത്തും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഉറപ്പാക്കാതെ തന്നെ ഭരിക്കാൻ സാധിക്കും എന്നുള്ള ധാർഷ്ട്യമാണ് ഇവർക്കുള്ളത്. ആ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യുവാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണുള്ളത്. സംസ്ഥാന വികസനത്തിനായി കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് സമയബന്ധിതമായി ഉപയോഗിക്കാതെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഇടതു വലതുപക്ഷം ആരോപിക്കുന്നതെന്നും നിവേദിത പറഞ്ഞു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കര, ട്രഷറർ KV വിഗീഷ്, സെക്രട്ടറി നിമിഷ വിഗീഷ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി VR സജിത്ത്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി SV പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.